മനസ്സിലുണ്ടാകുന്ന ദേഷ്യം, അതിന് വിഷമമാണ് ഈ ദേഷ്യമായി മാറുന്നത്. പലപ്പോഴും മറ്റാരിൽ നിന്നെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാക്കും. അത് വിഷമമാവും, ദേഷ്യമായി നമ്മൾ പുറത്തേക്ക് കാണിക്കും. അപ്പോൾ ചിലപ്പോൾ അതിന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് കുട്ടികളായിരിക്കും. കാരണം അവരോടായിരിക്കും നമുക്ക് പേടിയില്ല. മറ്റാരോടെങ്കിലും ദേഷ്യം കാണിച്ചാൽ നമുക്ക് തിരിച്ചും അതുപോലുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടാകുന്നത്. കുട്ടികളോടാകുമ്പോൾ അവർക്കറിയത്തില്ല. പെട്ടെന്ന് നമുക്ക് നമ്മുടേതെന്ന് തോന്നുന്നത് കുട്ടികളാണ്. അപ്പോൾ അവരോട് ആ ഒരു ദേഷ്യത്തോടുകൂടി ഒന്നുകിൽ വഴക്ക് പറയുക അല്ലെങ്കിൽ തല്ലുകയും ചെയ്യും. അറ്റ് ടൈം, ആ ഒറ്റ സമയത്ത് നമുക്ക് ആ ദേഷ്യം തോന്നി ഇങ്ങനെ വരുമ്പം തന്നെ തോന്നും, ഇതെൻ്റെ കുഞ്ഞാണ്, എനിക്ക് ഇവളാണ്, അല്ലെങ്കിൽ ഇവനാണ് വലുത്, മറ്റാരുമല്ല, ദേഷ്യം കാണിക്കണ്ട. പെട്ടെന്നൊന്ന് തോന്നി, ഒറ്റ നിമിഷം നോക്കാം, ഇതെൻ്റെ കുഞ്ഞാണ്. ഒറ്റ നിമിഷം ആ ഒറ്റ വാക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുക. നമ്മുടെ ശ്വാസത്തിനൊപ്പം നമ്മൾ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടും. അപ്പം നമുക്ക് ആ ദേഷ്യം വരെ ആ സമയത്ത് തന്നെ നമ്മളൊന്ന് ഒറ്റ ശ്വാസത്തിൽ ഇതെൻ്റെ കുഞ്ഞാണ്, അരുത്, പറ്റും. നമുക്കെല്ലാവർക്കും അത് പറ്റുന്നൊരു കാര്യമാണ്. അതൊരനുഭവം തന്നെയാണ്. നമുക്ക് തോന്നത്തില്ല. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ നമ്മളിൽ നിന്ന് ആ ഒരു പ്രശ്നം മാറും. അതായത് ഇതിൽ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, കുഞ്ഞു കുട്ടികളൊക്കെയാണ്, ഒരു അറിവൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു പ്രായമില്ല. ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ് നിങ്ങളെപ്പോഴും ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ നിങ്ങൾ ഉപദ്രവിക്കുകയോ ചെയ്യും, അവർ കരയോ എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ കൂടാതെ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാം, നിങ്ങളിൽ നിന്ന് അല്പം അകലം പാലിക്കും. അതായത് അവർക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ, അവർക്ക് കളിക്കാനുള്ള സമയങ്ങളിൽ നിങ്ങളിൽ നിന്ന് ഇത്തിരി അകലും അകന്നിട്ട് മറ്റാരുടെയെങ്കിലും സമീപത്തേക്ക് അവർ പോകും. അവർ ഒരു പക്ഷേ മോളെയോ ചക്കരയോ പൊന്നേന്നൊക്കെ വിളിച്ച് സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അവരൊരിക്കലും കുട്ടികളെ ഉപദ്രവിക്കുക എന്നാൽ നമ്മുടെ മുന്നിൽ വെച്ച് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അവിടേക്ക് ഒരു ചായ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ കുട്ടികളുടെയും കാര്യമല്ല, പൊതുവെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളപ്പം അത് ഓർക്കുക. ആ ഒരു പേടി നിങ്ങളിലോട്ട് തോന്നിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. ആ ഒരു പേടി അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകും ആ ഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ ദേഷ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ഇതെൻ്റെ കുഞ്ഞാണ്, ഞാനവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, അവൾക്ക് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്, അല്ലെങ്കിൽ അവന് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്, എന്നെപ്പോലെ മറ്റാർക്കും പറ്റുകയില്ല. പിന്നെ അനുസരണക്കേട് കാണിച്ചാൽ തീർച്ചയായിട്ടും വഴക്ക് പറയാൻ, ഒരു തല്ല ആവശ്യമെങ്കിൽ അത് കൊടുക്കാം. അതിനൊരിക്കലും ഒരു കാരണവശാലും ഞാൻ അരുത് എന്ന് സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ വിഷമിക്കുന്ന ഒറ്റ കാര്യമാണ് കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത. അതായത് ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു പ്രായത്തിൽ അവർ ടീനേജിലേക്ക് എത്തുന്ന ആ ടൈമിൽ ഇപ്പോഴത്തെ എല്ലാ രക്ഷിതാക്കൾക്കും പേടിയാണ്. എന്താകും. കാരണം കാലഘട്ടം മാറിയിരിക്കുന്നു. നമ്മളൊക്കെ വളർന്ന് കാലഘട്ടം മാറിയിരിക്കുന്നു. ഒരു നിമിഷം മതി അവരുടെ ജീവിതം എന്നേക്കുമായി തകർന്നു പോകാൻ. അവർ പോലും അറിയാതെ അവരുടെ ജീവിതം അവരുടെ കയ്യിൽ നിന്ന് പോകുവാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു കണ്ണല്ല 2 കണ്ണുകളും അവരുടെ നേർക്കുണ്ടാവണം. അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം. വഴക്കോ തല്ലോ ബഹളമോ ഒന്നും ഒരു പ്രായത്തിൽ അവർ ഉൾക്കൊള്ളുകയില്ല. അവരുടെ സമാധാനത്തിൽ ചോദിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക.